ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് മോക്ക് ഡ്രിൽ നടത്തി. സംസ്ഥാനത്ത് 126 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലാണ് സംഘടിപ്പിച്ചത്. പൊതുജനങ്ങളോട് ആശങ്ക വേണ്ടെന്ന് അധികൃതർ. അതിർത്തിയിൽ ഇന്ത്യ നൽകിയ പ്രഹരത്തിനുള്ള പാകിസ്ഥാന്റെ മറുപടി കാത്ത് സൈന്യം പൂർണ്ണ സജ്ജമായി നിലകൊള്ളുന്നു. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പിൽ സംസ്ഥാനങ്ങളും. കേരളത്തിൽ 14 ജില്ലകളിലെയും 126 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. അതിൽ 104 ഇടത്ത് വൈകിട്ട് 4 മണിയോടെ ഒരുമിച്ച് അപായ സൂചന മുഴങ്ങി. സൈറണില്ലാത്തിടങ്ങളിൽ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചു. തുടർന്നങ്ങോട്ട് എങ്ങനെയൊരു യുദ്ധസമാന സാഹചര്യത്തെ നേരിടണമെന്ന് പഠിപ്പിക്കുന്ന നേരിട്ടുള്ള കാഴ്ചകൾ. തിരുവനന്തപുരത്ത് ദുരന്ത നിവാരണ അതോറിറ്റി, വികാസ് ഭവൻ, ലുലു മോൾ, സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിലായിരുന്നു മോക്ക് ഡ്രിൽ നടത്തിയത്. കേരള പോലീസ്, സെൽഫ് ഡിഫൻസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയെല്ലാം ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറെന്ന് തെളിയിച്ചു. 4:28 മുതൽ സുരക്ഷിതമെന്ന സൈറൺ 30 സെക്കൻഡ് മുഴങ്ങിയതോടെ മോക്ക് ഡ്രിൽ അവസാനിച്ചു. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ അധികൃതർക്ക് ആശയക്കുഴപ്പമുണ്ടായതിനാൽ മോക്ക് ഡ്രിൽ നടന്നില്ല. 1971 ഇന്ത്യ പാക് യുദ്ധസമയത്താണ് രാജ്യം മുഴുവൻ ഇതുപോലെ മോക്ക് ഡ്രിൽ നടന്നത്. അതിനുശേഷം ഇത്ര വിപുലമായി ആധുനിക സംവിധാനങ്ങളോടെ മോക്ക് ഡ്രിൽ നടത്തുന്നത് ഇതാദ്യമാണ്. രാജ്യം എത്രത്തോളം തയ്യാറെന്ന് പരീക്ഷിച്ചുറപ്പിച്ചു. അതേസമയം ആശങ്ക വേണ്ടെന്നും മുൻകരുതലിന്റെ ഭാഗമാണിതെന്നും പൊതുജനങ്ങളോട് അധികൃതർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.